ഏകദേശം 300 വർഷത്തിലധികമായിട്ട് നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്നൊരു ധോബിഖാനയുണ്ട്. ഫോർട്ട് കൊച്ചിയിൽ വരുന്നവർ പലരും കാണാതെ പോകുന്നൊരിടമാണിത്. നൂറ്റാണ്ടുകളായി തമിഴ് വംശജരായ വണ്ണാർ സമുദായം പരമ്പരാഗത രീതിയിൽ അലക്ക് ജോലി ചെയ്യുന്നൊരു സ്ഥലമാണിത്. ഇവിടെ ഇപ്പോഴും പഴയ രീതിക്ക് തന്നെയാണ് അലക്ക് ജോലികളെല്ലാം ചെയ്യുന്നത്. വാഷിംഗ് മെഷീൻ ഒന്നും ഉപയോഗിക്കാതെ തന്നെ പരമ്പരാഗത രീതിയിൽ കല്ലിലാണ് ഇവിടെ അലക്കുന്നത്. 1720 ഇതിവിടെ സ്ഥാപിച്ചത്. പണ്ട് ഇത് തുടങ്ങിയ സമയത്ത് ഇതൊരു 13 ഏക്കറോളം വരുന്നൊരു സ്ഥലമായിരുന്നു. അതിൽ അലക്ക് ജോലികൾക്ക് വെള്ളമെടുക്കാനായിട്ട് ഏകദേശം 80ഓളം കുളങ്ങളും ഉണ്ടായിരുന്നു. ഡച്ചുകാരുടെ കാലം മുതൽ നിലനിൽക്കുന്ന ഈ അലക്കുശാല ഫോർട്ട് കൊച്ചിയുടെ പൈതൃകത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ അലക്ക് ജോലികൾ തുടങ്ങിയത് 1720 ഈ ധോബിഖാന കൺസ്ട്രക്ട് ചെയ്തത് 1976 ഡച്ച് ആർമിയുടെ യൂണിഫോം അലക്കാനായിട്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് അലക്കുകാരെ ആദ്യമായിട്ട് ഫോർട്ട് കൊച്ചിയിൽ കൊണ്ടുവന്നത്. പിന്നീട് ഇത് അവരുടെ ഒരു ജോലി സ്ഥലമായി മാറുകയായിരുന്നു. ഫോർട്ട് കൊച്ചിയിൽ വരുന്നവർ പലരും മിസ്സാക്കുന്നൊരു കാഴ്ചയാണിത്. ഇവിടെ വീഡിയോഗ്രാഫി ഒക്കെ അലൗഡ് ആണെങ്കിലും ഇവിടെ ആരെങ്കിലും കാണുവാണെങ്കിൽ ഒന്ന് ചോദിച്ചിട്ട് വേണം എടുക്കാൻ. ഇതുപോലെ പരമ്പരാഗത രീതിയിലൊക്കെ അലക്കുന്ന കാഴ്ച വളരെ വിരളമാണ്. പ്രായമായ തൊഴിലാളികളാണ് ഇവിടെ കൂടുതലായിട്ടും ഉള്ളത്. പുതിയ തലമുറയിൽ നിന്നുള്ള ആൾക്കാർ ഈ ജോലിയിലേക്ക് കടന്നു വരുന്നതും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ നിലനിൽപ്പ് എത്ര കാലം ഉണ്ടാവുമെന്ന് നമുക്ക് പറയാനും സാധിക്കില്ല. നിങ്ങളിനി ഫോർട്ട് കൊച്ചി വരുവാണെങ്കിൽ തീർച്ചയായിട്ടും വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണിത്. ഫോർട്ട് കൊച്ചിയിൽ ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ അവരുടെ ഗൈഡുകൾ ഇവിടെ കൊണ്ടുവരാറുണ്ട്. ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് ഈ ധോബിഖാന വരുന്നത്. ഇനി വരുമ്പോൾ എന്തായാലും ഇത് കാണാൻ മറക്കണ്ട.